بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء المرسلين، نبينا محمد وآله وصحبه أجمعين. نعم. اللهم اغفر لنا لوالدينا لمشايخنا لأساتذتنا لمصنف الكتاب شارحيه ومحشيه سائر المصنفين، ولا يكون حكم الفرع متقدما على حكم الأصل എന്ന് പറഞ്ഞ മാതിരി ഫറഇന്റെ ഹുക്കുമ് അസ്ലിന്റെ ഹുക്കുമിനേക്കാളും മുന്തിയതാകാതിരിക്കലും ഷർത്താണ്. ഫറഅ് എന്താണ്? അസ്ലിന്റെ മുമ്പേ ഉള്ളതാണ്. അസ്ലുണ്ടായത് ഫറഉണ്ടായതിന്റെ ശേഷമാണ്. അങ്ങനത്തെ ഒരു അസ്ലിനോട് ഒരു ഫറഇനെ ഖിയാസാക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അങ്ങനെ വന്നാല് അപ്പോ ഈ അസ്ല് ഫറഇന്റെ മുമ്പുള്ളതല്ലേ. അപ്പൊ ഫറഇന്റെ ഈ ഹുക്കുമിന് ദലീലില്ലാതെ ഹുക്കുമുണ്ടായിരുന്നു എന്ന് വരും. കാരണം അതിന്റെ ദലീൽ ഏതാണ്? ഖിയാസാണ്. ആ ഖിയാസ് എന്തിനോടാ ഖിയാസാക്കണത്? മുതാഖിറിനോടാ ഖിയാസാക്കണത്. അപ്പൊ ഈ മുതാഖിർ വരുന്നത് വരെ ആ മുതഖദ്ദിമിന്റെ ഹുക്കുമിന് യാതൊരു ദലീലും ഇല്ല. ദലീലില്ലാതൊരു ഹുക്കുമുണ്ടാകുക കാരണം മുഹാല. കാരണം അതെന്താവും? തക്ലീഫുൽ ഗാഫിലാവും. മുഹാലായ തക്ലീഫാവും. ഗാഫിലിനോട് തക്ലീഫ് ചെയ്യുക. കാരണം ആ ഹുക്കുമിന്റെ മേൽ അറിയിക്കുന്ന ദലീലില്ലാത്തോളത്തോളം കാലം മുക്കല്ലഫീങ്ങളെല്ലാവരും അതിനെ തൊട്ട് ഗാഫിലീങ്ങളാ. ഗാഫിലിനോട് തക്ലീഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഹാലായ തക്ലീഫാ. മുഹാലുകൊണ്ടുള്ള തക്ലീഫല്ല, മുഹാലായ തക്ലീഫ്. മുഹാലായ തക്ലീഫ് പറ്റൂല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. മുഹാലുകൊണ്ട് തക്ലീഫ് പറ്റുമോ? അവിടെ തർക്കം. ولا يكون حكم الفرع مقدما على حكم الأصل في الظهور كقياس الوضوء على التيمم في وجوب النية. വുളൂവിന് നിയ്യത്ത് നിർബന്ധമാണ് എന്നുള്ളത് സുബൂത്താക്കാൻ വേണ്ടി വുളൂവിന് എന്തിനോട് ഖിയാസാക്കുക? തയമ്മുനോട് ഖിയാസാക്കുക. തയമ്മുമിന് നിയ്യത്ത് നിർബന്ധമാണ്. എന്തിനു വേണ്ടി? അത് ഒരു തഅബ്ബുദിയായ തഹാറത്തായതിനു വേണ്ടി, ഇല്ലത്തറിയപ്പെടാത്ത ഒരു തഹാറത്തായതിനു വേണ്ടി. അതുപോലല്ല നജസ് വൃത്തിയാക്കണ മാതിരിയല്ല. നജസ് വൃത്തിയാക്കണ എല്ലാവർക്കും അറിയാം. എന്താണ് നജസ് വൃത്തിയാക്കണത്? ഇതിനു വേണ്ടിയാണ്. നജസ് നീങ്ങിപ്പോകാൻ വേണ്ടിയാണ്. തേമ്മ ഉണ്ടാക്കണം, തേമ്മം ചെയ്യുന്നിടത്തും അതുപോലെ ഒന്നുണ്ടാക്കുന്നിടത്തും ഒക്കെ അതിന്റെ ഇല്ലത്ത് അറിയപ്പെടില്ല. തഅബ്ബുദിയ. അത് തഅബ്ബുദിയ എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഹദസിന്റെ മഹല്ലല്ലാത്തോടത്താണ് തഹാറത്ത്. പിന്തുവാരത്തിൽ കൂടെ എന്തെങ്കിലും പുറപ്പെട്ടതിന് വേണ്ടി, അല്ലെങ്കിൽ മുൻദ്വാരത്തിൽ കൂടെ എന്തെങ്കിലും പുറപ്പെട്ടതിന് വേണ്ടി കെകണത് എന്താണ്? മുഖത്തിനെ കെകണ്, കയ്യിനെ കെകണ്, തല അടവണ്, കാല് കെകണ് എന്ന് പറഞ്ഞാൽ തയമ്മാണെങ്കിൽ മുഖം കെകണ്, മുഖം തടവണ്, രണ്ട് കൈ അടവണ്. അവിടെ ഒന്നുമല്ല ഹദസ് ഉണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തഅബ്ബുദിയ, രണ്ടും തഅബ്ബുദിയായ തഹാറത്താണ്. അപ്പൊ തഅബ്ബുദിയായ തഹാറത്താണ് എന്ന കാരണത്തിനാലാണ് തയമ്മുമിൽ എന്ത് ചെയ്തത്? നിയ്യത്ത് നിർബന്ധമായത്. തയമ്മുലും വലിയ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ ഹനഫികളും എല്ലാവരും സമീപിക്കണം. ഉളൂവിന് നിയ്യത്ത് നിർബന്ധമുണ്ടോ? ഇല്ല. ഓരോന്ന് ഉളൂവിന് നിയ്യത്ത് നിർബന്ധമില്ല. അത് നിയ്യത്ത് കമാലിനെ ആവശ്യമുള്ളൂ. അപ്പൊ ഒരാൾ നിയ്യത്തില്ലാതെ ഉണ്ടാക്കിയാലും ഉളു സഹിയാണ്. നിയ്യത്തില്ലാതെ തയമ്മം ചെയ്താൽ തയമ്മം സഹിയാവില്ല എന്നുള്ള ഒരു സമയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഉളൂവിന് നിയ്യത്ത് നിർബന്ധമാണ് എന്ന് സുബൂത്താക്കാൻ വേണ്ടി ഉളൂവിന് എന്തിനോട് ഖിയാസാക്കി? തയമ്മിനോട് ഖിയാസാക്കി. എന്താണ് ഇല്ലത്ത്? രണ്ടും തഅബ്ബുദിയായ തഹാറത്താണ് എന്നുള്ളതാണ്. അപ്പോ ആ ഖിയാസിനാൽ എന്ത് സുബൂത്തായി? വുളൂവിന് നിയ്യത്ത് നിർബന്ധമാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, വുളൂ എന്ന് പറയുന്നത് അത് തയമ്മുമിന്റെ മുമ്പേ ഉള്ള സംഭവമാണ്. വുളൂ ഹിജറന്റെ മുമ്പ് തന്നെ ഉണ്ട് വുളൂ എന്ന് മാത്രമല്ല, നിസ്കാരം നിർബന്ധാക്കി അന്ന് രാത്രി തന്നെ വുളൂവിനെ നിർബന്ധാക്കിക്കണെന്ന് പറഞ്ഞു. തയമ്മും അങ്ങനല്ല. തയമ്മും അത് ഹിജറന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കൂടി ഒരു യുദ്ധയാത്ര കഴിഞ്ഞു പോരുന്ന സമയത്ത് ആയിഷവിന്റെ
ഒരു മാല പോയി. ആ മാല തിരയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ചീപ്പായി. അങ്ങനെ പിന്നെ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് നിസ്കാരാണെങ്കിൽ കവാകാനായിരുന്നു. അപ്പോഴാണ് തയമ്മൂം എന്തായത് ഷറാക്കപ്പെട്ടത്. അപ്പോ ഹിജറന്റെ ശേഷമാണ് തയമ്മൂമ് ഷറാക്കപ്പെട്ടത്. അപ്പോ ഹിജറന്റെ ശേഷമുള്ളതായിരിക്കുന്ന തയമ്മൂമിനോട് ഹിജറിന്റെ മുമ്പേ ഉള്ള ഉളൂനെ നമ്മൾ കിയാസാക്കി കഴിഞ്ഞാൽ അപ്പൊ ഉളൂല് നിയ്യത്ത് നിർബന്ധമാണ് എന്ന തെക്ലീഫ് ഉണ്ടായിട്ട് ആ തെക്ലീഫിന്റെ മേൽ അറിയിക്കുന്ന ഒരു ദലീലും ഉണ്ടായില്ല എന്ന് വരും. അപ്പോ എന്താണ് ഉളൂല് നിയ്യത്ത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന കീർത്തനനെ തൊട്ട് മുക്കല്ലഫീങ്ങൾ എല്ലാവരും ഗാഫിലീങ്ങളായ സമയത്ത് അങ്ങനെ ഒരു കീർത്തനം ഉണ്ടായി എന്ന് വരും. അത് എന്താണ് മുഹാലായ തക്ലീഫാണ്. അപ്പോ ഈ ഖിയാസ് ഒന്നൂല് നിയ്യത്ത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇത് ദലീലാകാൻ പറ്റൂല. അതിന് വേറെ ദലീല് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് പോലത്തെ ഹദീസുകളൊക്കെ ഉണ്ടല്ലോ. كقياس الوضوء على التيمم في وجوب النية فإن الوضوء تعبد به قبل الهجرة. വുളു അതുകൊണ്ട് കീർത്തിക്കപ്പെട്ട് ഹിജ്റന്റെ മുമ്പ് കീർത്തിക്കപ്പെട്ട സംഭവമാണ് വുളു. والتيمم إنما تعبد به بعدها. അപ്പൊ അത് പറ്റൂല. കാരണം ഇത് ലൗ ജാസ തഖദ്ദുമുഹു ലൗ ജാസ തഖദ്ദുമുഹു ലൗ ജാസ ജായിദായിരുന്നുവെങ്കിൽ തഖദ്ദുമുഹു അസ്ലിന്റെ ഹുക്മ് മുന്തല് ഫർഇന്റെ ഹുക്മിനേക്കാൾ മുന്തൽ ജായിദായിരുന്നുവെങ്കിൽ ലലസിമ സുബൂത്ത് ഹുക്മിൽ ഫർഇ. ഫർഇന്റെ ഹുക്മ് അസ്ലിന്റെ ഹുക്മിനേക്കാൾ മുന്തൽ ജായിദായിരുന്നുവെങ്കിൽ ഫർഇന്റെ ഹുക്മ് സുബൂത്താകല് ലാസിമാവും. ഫർഅ് അവിടെ ഉദു അതിന്റെ ഹുക്മ് സുബൂത്താകല് ലാസിമാവും ഹാല തഖദ്ദുമിഹി. അത് ഈ അസ്ലിനേക്കാൾ മുന്തുന്ന തയമ്മുമിനേക്കാൾ മുന്തുന്ന സമയത്ത് മിൻ ഗൈരി ദലീലിൻ വഹുവ മുംതനിഉൻ ലിഅന്നഹു തക്ലീഫുൻ ബിമാ ലാ യുഅലം. കാരണം അതെന്താണ്, അറിയപ്പെടാത്തതായിരിക്കുന്ന അറിയപ്പെടാത്ത ഒന്നുകൊണ്ടുള്ളതായിരിക്കുന്ന തക്ലീഫാകും. അറിയപ്പെടാത്ത തക്ലീഫാവും. തക്ലീഫും ബിമാ ലാ യുഅലം. ഷാരിന്റെ കലാമിന്റെ ളാഹിർ ഇവിടെ ലാസിമാവുന്നത് എന്താണ്, തക്ലീഫും ബിൽ മുഹാലാണ് എന്ന്. അതല്ല, തക്ലീഫുൽ മുഹാലായ തക്ലീഫാണ്. കാരണം ഗാഫിലിനോടുള്ള തക്ലീഫാണ്. പക്ഷെ ഈ ഖിയാസ് എന്തിനാണ്, ഖസ്മിന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയാണെങ്കിൽ, അമൽ ചെയ്യാൻ വേണ്ടിയല്ല, ഖസ്മിന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി. ഖസ്മിനോട് പറഞ്ഞു, എതിരാളിനോട് പറഞ്ഞു, ഏതൊരു പിന്നെ ഇല്ലത്തിന് വേണ്ടിയാണോ തയമ്മത്തിന് നിർബന്ധമായത് അതേ ഇല്ലത്ത് പടണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്? പിന്നെന്താണ് ഈ അസലിലുള്ളതായിരിക്കുന്ന തയമ്മത്തിലുള്ളതായിരിക്കുന്ന ഹുക്കുമ് കൊണ്ട് വുളുവില് പറയാത്തത് എന്താണ് എന്ന് പറഞ്ഞ് ഹസ്മിനെ ഉത്തരം മുട്ടിക്കലാണ് ഉദ്ദേശമെങ്കിൽ തർക്കമില്ല. كما قال الشافعي للحنفية طهارتان أنها تفترقان لتساويهما في المعنى. പിന്നെ ഷാഫി ഇമാം ഹനഫികളോട് പറഞ്ഞേ, തഹാറത്താൻ വുളൂഉം തയമ്മുമും രണ്ടും തഹാറത്താണ്. അന്നാസഫ്തരിഖാനി എങ്ങനെ അത് രണ്ടും കൂടി വ്യത്യാസപ്പെടുക? അത് രണ്ടും കൂടി വ്യത്യാസപ്പെടാൻ പാടില്ല. ലിതസാവീഹാ ഫിൽ ലിതസാവീഹിമാ ഫിൽ മഅന രണ്ടും ഇല്ലത്തിൽ സമമായതിനു വേണ്ടി. തഹാറത്താനി രണ്ടും തഹാറത്താണ്. അപ്പൊ തഹാറത്താകുക എന്നുള്ളതാണ് തയമ്മുമിന് നിയ്യത്ത് നിർബന്ധം, നമ്മളും നിങ്ങളും പറയുന്ന നിയ്യത്ത് നിർബന്ധമാകാനുള്ള കാരണമെങ്കിൽ അതേ തഹാറത്ത് തന്നെയല്ലേ വുളുവും. അപ്പൊ പിന്നെ എങ്ങനെ രണ്ടും തമ്മില് നിങ്ങളെങ്ങനെ വ്യത്യാസപ്പെടുത്തുക? അപ്പോ ഖസ്മിന് ഉത്തരം മുട്ടിക്കും. وجوزه الإمام عند دليل آخر. وجوزه أي جوز تقدمه الإمام الرازي. إمام الرازي ചെയ്തു പിന്നെ
ഫറഇലെ ഹുക്മ് മുന്തലിനെ ജായിസാക്കി ഇന്ദ ദലീലിൻ ആഖറ, വേറെ ഈ ഖിയാസല്ലാത്ത വേറെ ദലീലും കൂടി ഉള്ള സമയത്ത്. എങ്ങനത്തെ വേറെ ദലീല്? യസ്തനിദു ഇലൈഹി, യസ്തനിദു ഫറഇലെ ഹുക്മ് അതുള്ള ചാരും ഹാലത്തെ തഖദ്ദുമി, അസുലിന്റെ ഫറഇനേക്കാൾ അസുലിനേക്കാൾ ഫറഇ മുന്തിയ സമയത്ത്, അഥവാ തയമ്മം ശറഅക്കപ്പെടുന്നതിന്റെ മുമ്പ് വുദൂഇലെ നിയ്യത്ത് വാജിബാണ് എന്നതിന് വേറെ ദലീലുണ്ടെങ്കിൽ എന്താണ്? ഈ ഖിയാസും കൂടി ദലീലാകാൻ പറ്റും. കാരണം ഒരു മദ്ലൂലിന് രണ്ട് ദലീലുണ്ടാവാം. അതിന് ഒരു മദ്ലൂലിന് രണ്ട് ദലീലുണ്ടാവുമ്പോൾ രണ്ട് ദലീലും ഒരേ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒന്ന് ഒരു സമയത്തുണ്ടായി, പിന്നെ അതിന് ശേഷം വേറെ ദലീലും കൂടി ഉണ്ടായി, അതിന് വിരോധമില്ല. يستند إليه حالة التقدم دفعا للمحذور المذكور. دفعا എന്തിനു വേണ്ടിയാണ് വേറെ ദലീൽ ഉണ്ടാവണം എന്ന് പറഞ്ഞത്? അത് മേൽ പറയപ്പെട്ടതായിരിക്കുന്ന മഹദൂർ, അതായത് ഈ തഖദ്ദുമിന്റെ സമയത്ത് ഫറഇന്റെ ഹുക്മ് എന്താണ്, അതിന്റെ മേൽ അറിയിക്കുന്ന ദലീല് കൂടാതെ സുബൂത്താവുക. അങ്ങനെ മുഹാലായ തക്ലീഫ് വരിക, തക്ലീഫുൽ ഗാഫിൽ വരിക എന്നുള്ളതായിരിക്കുന്ന മഹദൂറിനെ ദഫഅ ചെയ്യാന് ഈ തഖദ്ദുമിന്റെ സമയത്ത് ഫറഇന്റെ ഹുക്മ് സുബൂത്താക്കാൻ വേറെ ദലീലുണ്ടെങ്കിൽ അവിടെ ഖിയാസ് സഹിയാണ്. وبناء على جواز دليلين وأدلة على مدلول واحد. പിന്നെ ജവാദി രണ്ട് ദലീൽ അല്ലെങ്കിൽ രണ്ടിലേറെ ദലീലുകൾ മദ്ലൂലിൽ ഉണ്ടാവാം എന്നും വെച്ചിട്ട്. وإن تأخر بعضها عن بعض كمعجزات النبي صلى الله عليه وسلم المتأخرة عن المعجزة المقارنة لابتداء الدعوة. ഏതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുഅ്ജിസത്തുകൾ ഓരോന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖുൻ നുബുവത്തിന്റെ മേൽ ദലീലാണ്. അപ്പൊ ആ ഒരു മദ്ലൂലിന് ഒരുപാട് ദലീലുണ്ട്. അതന്നെ പലതും പല സമയത്തുള്ളതാണ്. ചിലത് ദഅവത്തിന്റെ ആരംഭത്തിലുള്ളതാണ്, ചിലത് കുറച്ച് കഴിഞ്ഞാറുണ്ടായതാണ്, ചിലത് കുറെ കഴിഞ്ഞാറുണ്ടായതാണ് എന്നതുപോലെ. ولا يشترط في الفرع ثبوت حكمه بالنص جملة خلافا لقوم. ولا يشترط في الفرع ثبوت حكمه بالنص جملة. يعني അവിടെ ഖിലാഫ് ഏത്? ഖിയാസ് സഹിയാവണമെങ്കിൽ ഫറഇന്റെ അസ്ല്, ഫറഇന്റെ ഹുക്മ് മൊത്തത്തിൽ മുജ്മലായിട്ട് ഒരു നസ് കൊണ്ട് സുബൂത്താവണോ? ചിലര് പറയാണ് ഇത് മുജ്മലായിട്ട് അത് ഒരു നസ് കൊണ്ട് സുബൂത്താവണം. പിന്നെ അതിന്റെ തഫ്സീല്, ആ നസ് കൊണ്ട് സുബൂത്തായ മുജ്മലായി സുബൂത്തായതിന്റെ വിശദീകരണം കിട്ടാനേ ഖിയാസ് ഉപോത്ബലകമാക്കാൻ പാടുള്ളൂ, ഖിയാസ് ദലീലാക്കാൻ പാടുള്ളൂ. അപ്പൊ തീരെ അതിന്റെ ഹുക്മ് തഫ്സീലായിട്ടും മുജ്മലായിട്ടും ഒന്നും സുബൂത്താകാത്ത ഒരു വിഷയത്തിന്റെ ഹുക്മ് ഖിയാസ് കൊണ്ട് സുബൂത്താക്കാൻ പറ്റൂല എന്ന് ചിലര് പറഞ്ഞു. അത് ശരിയല്ല. ولا يشترط في الفرع ثبوت حكمه بالنص جملة خلافا لقوم في قولهم. അവരെന്താ പറഞ്ഞത്? ഇഷ്തറത്തു ദാലിക, അത് ഷർത്താണ്. ഏത്? ഫർഇന്റെ ഹുക്മ് ജുംലത്തൻ നസ് കൊണ്ട് സുബൂത്താകുക, അത് ഷർത്താണ്. വയുതലബു ബിൽ ഖിയാസി തഫ്സീലുഹു, പിന്നെ ആ നസ് കൊണ്ട് മുജ്മലൻ സുബൂത്തായതിന്റെ വിശദീകരണേ ഖിയാസ് കൊണ്ട് തേടാൻ പറ്റുള്ളൂ. കാലു ഓല് പറഞ്ഞു ഫലൗലൽ ഇൽമു ബിവറൂദി മീറാസിൽ ജദ്ദി ജുംലത്തൻ ലമാ ജാദൽ ഖിയാസു ഫീ തൗരീദിഹി മഅൽ ഇഖ്വതി. yani ജദ്ദ് ഇഖ്വത്ത്, ജദ്ദും ഉണ്ട് ഇഖ്വത്തും ഉണ്ട്. ഒരാൾ മരിച്ചപ്പം ജദ്ദും ഉണ്ട്, ഓന്റെ ജദ്ദും ഉണ്ട്, ഓന്റെ സഹോദരന്മാരും ഉണ്ട്. അവിടെ ജദ്ദിന്റെ അനന്തരം എങ്ങനെയാണ്? അതില് പിന്നെ ഓര് പറഞ്ഞു മുഖാസമത്ത് തുലുസുൽ മാല്, ഇതിന്ന് ഏതാ നല്ലത്? ഓനെ നല്ലത് എന്ന് വെച്ചാല്
അതാണ് അവൻ ഉണ്ടാകുക. അപ്പൊ അതിനോടെ മുഖാസമത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ആ ജദ്ദിനും ഒരാഹായിട്ട് പരിഗണിച്ചു കാണ്ട് ഒരാഹനെന്ത് കിട്ടുമോ അത് ജദ്ദിന് കൊടുക്കുക. അപ്പോ അവിടെ ഓലെന്ത് ചെയ്തു? ജദ്ദിനെ എന്തിനോട് കിയാസാക്കി? ഒരാഹിനോട് കിയാസാക്കി. ഏത് വിഷയത്തില്? അഹ് മയ്യത്തിനെ കൊള്ള അടുത്തത് ബാപ്പാനെ കൊണ്ട് അടുത്തതാണ് എന്നതുപോലെ ജദ്ദും ബാപ്പാനെ കൊണ്ട് അവന്റെ ബാപ്പാനെ കൊണ്ട് അടുത്തതാണ് എന്നുള്ള വിഷയത്തില്. അപ്പൊ അങ്ങനെ കിയാസാക്കിയാണ്ടാണ് ഒരു മുഖാസമത്ത് കൊണ്ട് പറഞ്ഞത്. അത് പറയാൻ ഓൽക്കുള്ളതായിരിക്കുന്ന ഇത് എന്താണ്? ജദ്ദിന് അനന്തരം ഉണ്ട് എന്നുള്ളത്, ജദ് വാരിസാണ് എന്നുള്ളത്, ജദ്ദിന് സ്വത്തവകാശം ഉണ്ട് എന്നുള്ളത് അത് നസ്സുകൊണ്ട് സുബൂത്തായത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഖിയാസ് പറ്റുമായിരുന്നില്ല. فلولا العلم بورود ميراث الجد جملة لما جاز القياس في توريثه مع الإخوة ورد اشتراطهم ذلك. അത് ഷറത്താണ് എന്നുള്ളതായിരിക്കുന്ന അവരുടെ വാദം തള്ളപ്പെട്ടു. എന്തുകൊണ്ട് തള്ളപ്പെട്ട്? അന്നൽ ഉലമാ മിന സഹാബത്തി ഗൈരിഹിം, സഹാബാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ സഹാബാക്കളല്ലാത്തവരിലും പെട്ടതായിരിക്കുന്ന ഉലമാവ് ഖാസു ഒരു ഖിയാസാക്കി അന്ത്യ അലയ്യ ഹറാം അല ത്വലാഖി വദ്ദിഹാരി വൽഈലായി ബിഹസബി ഇഖ്തിലാഫിഹിം ഫീഹി. ഒരാളവന്റെ ഭാര്യനോട് അന്ത്യ അലയ്യ ഹറാം എന്ന് പറഞ്ഞാൽ അതിനെ എന്തിനോടാണ് ഖിയാസാക്കേണ്ടത്? ചിലർ പറഞ്ഞു തലാഖിനോടാണ് ഖിയാസാക്കേണ്ടത്. കാരണം തലാഖാണ് ഏത്? വലിയ ഹുർമത്ത് തലാഖാണ്. അഖ്വൽ വിഹാർ കൊണ്ട് പണ്ട് എന്ത് ചെയ്യൂല? ഹറാമാകും എന്ന് പറഞ്ഞാല് കഫാറത്ത് കൊടുക്കണത് വരെ ഹറാമാകും. അതുപോലെ ഈലാവ് കൊണ്ട് ഹറാമായാലും അവിടെ എന്താണ്? അത് കഫാറത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ മടങ്ങിക്കാണ്ട് ഒത്തു ചെയ്ത് കാണ്ട് പിന്നെ എന്ത് ചെയ്യാം? കഫാറത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഓന്റെ ആ സത്യത്തിന്റെ മേലിനെ മുന്നിൽ നിൽക്കാം. പിന്നെ അപ്പൊ ഏതായാലും അത് ഈല ആണ് നോക്കുമ്പോ നിർബന്ധം കഫാറത്തു യമീനേക്കാർ. ലിഹാറാണ് നോക്കുമ്പോ കഫാറത്തു ലിഹാറേക്കാർ. രണ്ടും രണ്ടാണ്. പിന്നെ അത് തലാഖാണ് എന്ന് വെച്ചാല് അതുകൊണ്ട് തലാഖ് പോകലേക്കാരം. അപ്പോ ചിലരെന്ത് ചെയ്തു? അന്ത്യ അലയ്യ ഹറാം എന്ന് പറഞ്ഞ തലാഖിന്റെ ഖിയാസാക്കി, ചിലർ ലിഹാറിന്റെ ഖിയാസാക്കി. ചിലര് ഈലാഹിന്റെ മേലില് ഒത്ത് ചെയ്യൂലാന്ന് പിന്നെ സത്യം ചെയ്യുക. ഭാര്യനെ 4 മാസത്തിലേറെ ഉള്ള ഒരു കാലയളവിൽ ഒത്ത് ചെയ്യൂലാന്ന് സത്യം ചെയ്യുക. പിന്നെ അതിനോട് ഖിയാസാക്കി ബിഹസബി ഇഖ്തിലാഫിഹിം ഫീഹി. അവരുടെ ഇഖ്തിലാഫിന്റെ ഹസബ് അനുസരിച്ച് ചിലരോടും ചെയ്തു. ചിലർ തലാഖിനോട് ഖിയാസാക്കി, ചിലർ ലിഹാറിനോട് ഖിയാസാക്കി, ചിലർ ഈലാഹിനോട് ഖിയാസാക്കി. വലം യൂജദ് ഫീഹി നസ്സുൻ, അതിലാണെങ്കിൽ ഒരു നസ്സുമില്ല. ലാ ജുംലത്തൻ വലാ തഫ്സീല, തഫ്സീലൻ നസ്സില്ല എന്നതുപോലെ തന്നെ ജുംലത്തനും ഇല്ല. എന്തെങ്കിലും ഒരു പിന്നെ നസ്സുണ്ടോ? ഒരാള് അവന്റെ ഭാര്യനോട് അന്ത്യ അലയ്യ ഹറാം എന്ന് പറയല് അതിന്റെ മേലില് മഹദൂർ തറത്തുബാകും. മൊത്തത്തിൽ മഹദൂറ ഏതാന്ന് തഫ്സീലാക്കാതെ മഹദൂർ തറത്തുബാകും എന്നറിയിക്കുന്ന എന്തെങ്കിലും നസ്സുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഫർഇന്റെ ഹുക്കം എന്ത് ചെയ്തിട്ടില്ല? തഫ്സീലൻ തുബൂത്തായിട്ടില്ല. എന്നതുപോലെ തന്നെ നസ്സ് കൊണ്ട് ജുംലത്തനും തുബൂത്തായിട്ടില്ല. എന്നതിനോടുകൂടെ ചിലരും ചെയ്തു അന്ത്യ അലയ്യ ഹറാം എന്നുണ്ടെങ്കിൽ ചിലർ തലാഖിനോടും, ചിലർ ദിഹാറിനോടും, ചിലർ ഈമാവിനോടും ഈലാവിനോടും ഖിയാസാക്കി. ولا يشترط في الفرع انتفاع نص أو إجماع يوافقه في حكمه. ഫർഇൽ ഷർത്തല്ല. ഫർഇനോട് യോജിക്കുന്ന നസ്സ് ജാതക്കലും ഷർത്തല്ല. യോജിക്കുന്ന നസ്സ് ജാതക്കലും ഷർത്തല്ല. യോജിക്കുന്ന ഇജ്മാഇ ജാതക്കലും ഷർത്തല്ല. ഖിലാഫൻ ലിൽ ഗസാലി വൽ ആമിദി.
അതാല് ഇമാമു അമിദ് ഇമാമു പറയണ് അത് ഇല്ലാതെക്കല് ഷറത്താണ്. കാരണം ഖിയാസ് കൊണ്ട് അമൽ ചെയ്യുന്നത് ളുറത്തിന് വേണ്ടിയാണ്. നസ്വ ഇജ്മാഉള്ളോടത്ത് ഖിയാസിന്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ ഇവിടെ ഇപ്പൊ മുസന്നിഫ് എന്ത് ഫർഇനോട് യോജിക്കുന്ന നസ്സില്ലാതെക്കല് ഷറത്തല്ല എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞതിനോട് എതിരായി. ആദ്യം പറഞ്ഞ എന്താണ്? ആ ഫർഇനെ എന്റെ ഹുക്മു സുബൂത്താക്കുന്നതായിരിക്കുന്ന നസ്സില്ലാതെക്കല് ഷർത്താണ്. ഖിലാഫൻ ലി മുജവ്വിസി ദാലിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് എതിരായി ഇപ്പൊ ഇവിടെ പറഞ്ഞു. പിന്നെ انتفاع ولا يشترط في الفرع انتفاع الأصل أو إجماع يوافقه في حكمه أي لا يشترط انتفاع واحد منهما بل يجوز القياس مع موافقتهما أو أحدهما له. يجوز القياس مع موافقتهما أي موافقة النص والإجماع له أي للقياس. قياسനോട് നസ്സും ഇജ്മാഉം രണ്ടും മുവാഫിഖാകലോട് കൂടെയും രണ്ടാലൊന്നും മുവാഫിഖാകലോട് കൂടെയും ഖിയാസ് ജായിസാവും. ഖിലാഫൻ ലിൽ ഖസാലി വൽ അമിദി ഫി ഇശ്തിറാത്തിഹിമാ രണ്ടാളും ഷർത്താക്കി ഇന്തിഫാഅഹുമാ രണ്ടും ഇല്ലാതിരിക്കല്ലേ. മഅ തജ്വീസിഹിമാ ദലീലൈനി അലാ മദ്ലൂലിൻ വാഹിദ്. ഒരു മദ്ലൂലിന് രണ്ട് ദലീൽ ഒരു ജായിസാക്കുന്നുണ്ട്. എന്നാലും എന്ത് ജായിസാക്കണില്ല? നസ്സും ഇജ്മാഉം അല്ലെങ്കിൽ രണ്ടാലൊന്നും ഉണ്ടാകലോടുകൂടെ ഖിയാസിന് ഒരു ജായിസാക്കണില്ല. നവറന്നില്ല അന്നൽ ഹാജത ഇലൽ ഖിയാസ് ഇന്നമാ തദഉ ഇൻദ ഫഖദി നസ്സി വൽ ഇജ്മാഉ. നസ്സു ഇജ്മാഉ ഇല്ലാത്ത സമയത്തെ ഖിയാസുള്ള ആവശ്യമുള്ളൂ എന്നുള്ളത് നോക്കിയിട്ട് വഇല്ലം തഖഅ മസ്അലതുഹു ബഅദു ആ മസല ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിലും ശരി. ഖിലാഫൻ ഖൗലി ഇബ്നു അബ്ദാൻ അസ്സാബിഖ്. ഇബ്നു അബ്ദാൻ ഷർത്താക്കിയ ഒരു ഷർത്തുണ്ട്. അത് പിന്നെ എന്താണ്? ഇവരെ കൗലിനേക്കാൾ എന്താണ് ഗൗരവ. അവര് പറഞ്ഞത് എന്താണ്? നസ്സു ഇജ്മാഉം ഇല്ലാതെക്കും വേണം, അതിനോടുകൂടെ ആ മസ്അല സംഭവിക്കും വേണം. അപ്പൊ നസ്സുണ്ട്, സംഭവിച്ചാൽ അതിന്റെ ഹുക്മ അറിയിക്കുന്ന നസ്സുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചാൽ അതിന്റെ ഹുക്മിന്റെ മേൽ അറിയിക്കുന്നതായിരിക്കും ഇജ്മാഉണ്ട്. അല്ലെങ്കിൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, എന്നാൽ അവിടെ ഖിയാസ് ഹുജ്ജത്തല്ല എന്ന് ഇബ്നു അബ്ദാന്റെ കൗല് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൗല് ഇവരെ കൗലുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവര് പറഞ്ഞത് ഖിയാസ് ഉള്ളതായിരിക്കുന്ന ഹാജത്ത് നസ്സു ഇജ്മാഉ ഇല്ലാഞ്ഞാൽ മസല സംഭവിച്ചുകണെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിലും ഒക്കെ ആവശ്യം തന്നെയാണ്, ഖിയാസിലേക്ക് ആവശ്യമുണ്ടാകും എന്ന്. അവര് ഇതിലും ഗൗരവമായിട്ടാ പറഞ്ഞത്. നസ്സുണ്ടാകരുത്, ഇജ്മാഉണ്ടാകരുത്, മസല സംഭവിച്ചിട്ടുണ്ടാകും വേണം. വഇല്ലം തഖഅ മസലതുഹു ബഅദു ഇതുവരെ ബിഖിലാഫി ഖൗലി ഇബ്നു അബ്ദാൻ അസ്സാബിഖ്. وأجيب بأن أدلة القياس مطلقة عن اشتراط ذلك. نعم. പക്ഷെ അതിന് ജവാബ് എന്താണ്? ബിഅന്ന അദില്ലത്തുൽ ഖിയാസ് ഖിയാസ് ഹുജ്ജത്താണെന്ന് അറിയിക്കുന്നതായിരിക്കുന്ന നിരവധി ദലീലുകൾ ഉണ്ടല്ലോ. ആ ദലീലുകളൊക്കെ മുത്തലഖാണ്. എന്തിനെ തൊട്ട്? ഇങ്ങനെ ഒരു ഷർത്താക്കലിനെ തൊട്ട്. ഇങ്ങനെ നസ്സും ഇജ്മാഉം ഉണ്ടാകാൻ പാടില്ല, എന്നാല് ഹുജ്ജത്താണ് എന്ന ഒരു കൈദിന്റെ മേലില് ഖിയാസിന്റെ ഹുജ്ജിയത്തിന്റെ മേലിൽ അറിയിക്കുന്ന ധാരാളം ദലീലുകളുള്ള ഇന്ന് ഒരു ദലീലും അറിയിക്കണില്ല. ഖിയാസ് ഹുജ്ജത്താണെന്ന് അറിയിക്കുന്ന ദലീലുകൾ മുഴുവനും മുത്തലഖത്തുൻ അൻ ഇശ്തിറാത്തി ദാലിക്. نعم في نفي المصنف اشتراط انتفاء النص مخالفة لقوله أولا ولا يكون منصوصا. പക്ഷേ മുസന്നിഫ് ഇവിടെ നസ്ലില്ലാതൊക്കെ ഷർത്തില്ല എന്ന് പറഞ്ഞത് മുമ്പ് മുസന്നിഫ് പറഞ്ഞ വലാ യകൂന മൻസൂസ, ഫർഇന്റെ ഹുക്മ മൻസൂസാകരുത്
എന്ന് പറഞ്ഞ് മുവാഫിഖായ നസ് കൊണ്ടും മുഖാലിഫായ നസ് കൊണ്ടും എന്താകരുത്, അത് പിന്നെ മൻസൂസ് ആവരുത്. അപ്പം മുവാഫിഖായ നസ് കൊണ്ട് മൻസൂസ് ആയാൽ ഖിയാസ് ഹുജ്ജത്തല്ല എന്ന് മുമ്പ് പറഞ്ഞതിനോട് എതിരായി. അപ്പൊ അവിടെ ഒരു വെപ്പാണ്, അവിടെ വെക്കുക. وصلى الله تعالى وسلم على خير خلقه سيدنا محمد.